മുനമ്പത്തിന്റെ പേരിൽ ക്രിസ്ത്യാനികളെയും മുസ്ലിമുകളെയും രണ്ടായി വേർതിരിക്കാൻ ശ്രമമുണ്ടെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. രണ്ട് വിഭാഗത്തെയും ഒന്നിച്ചു കൊണ്ടുപോവുകയാണ് വേണ്ടത്. കേന്ദ്ര സർക്കാരിന്റെ അമൃത് പദ്ധതിയുടെ ഭാഗമായി ചാലക്കുടി നഗരസഭയ്ക്ക് പുതിയ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന് 75 ലക്ഷം രൂപ ചാലക്കുടി നഗരസഭ അനുവദിച്ചു. യേശുക്രിസ്തുവിന്റെ അന്ത്യത്താഴത്തിന്റെ ഓർമ്മ പുതുക്കി ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് പെസഹ ആചരിക്കുന്നു. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷയും കാൽ കഴുകലും നടന്നു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. മുനമ്പത്തിന്റെ പേരിൽ ക്രിസ്ത്യാനികളെയും മുസ്ലിമുകളെയും രണ്ടായി വേർതിരിക്കാൻ ശ്രമമുണ്ടെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. രണ്ട് വിഭാഗത്തെയും ഒന്നിച്ചു കൊണ്ടുപോവുകയാണ് വേണ്ടത്. സമാധാനപരമായ പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കം തടസ്സപ്പെടുത്താനാണ് ചിലർ ഇടപെടുന്നതെന്നും MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. ഒരു ഭാഗത്ത് ക്രിസ്തീയ വിഭാഗം, വേറൊരു ഭാഗത്ത് മുസ്ലിം വിഭാഗം എന്ന് രണ്ടായി തിരിക്കാനാണ് ശ്രമം. അത് CPM അല്ല അത് ശ്രമിക്കുന്നത്. ഓരോ ഘട്ടത്തിലും ഇവർ തന്നെ ആ രീതിയിൽ തിരിഞ്ഞ് രണ്ട് ഭാഗമായിട്ട് നിൽക്കാനും സമാധാനപരമായ രീതിയിൽ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളെ സത്യം പറഞ്ഞാൽ തടസ്സപ്പെടുത്താനും വേണ്ടിയുള്ള ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലീഗ് മാത്രമല്ല, ലീഗ് ഒരു ഭാഗത്തുണ്ട്, മറുഭാഗത്ത് ക്രിസ്തീയ ജനവിഭാഗത്തിൻ്റെ പേരും പറഞ്ഞിട്ട് അതിൻ്റെയും വർഗീയമായ നിലപാട് സ്വീകരിക്കുന്നവരുണ്ട്. ഇവരെല്ലാം ചേർന്നുകൊണ്ടാണ്. അവർക്ക് യഥാർത്ഥത്തിൽ പരസ്പര വൈരുദ്ധ്യമാണ് തോന്നുമെങ്കിലും അവർക്കെല്ലാം നല്ല യോജിപ്പാണ്. കേന്ദ്ര സർക്കാരിന്റെ അമൃത് 2.0യുടെ ഘടക പദ്ധതിയുടെ ഭാഗമായി ചാലക്കുടി നഗരസഭയ്ക്ക് പുതിയ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിനുള്ള നടപടികൾക്ക് തുടക്കമായി. 75 ലക്ഷം രൂപ ചാലക്കുടി നഗരസഭയുടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിനായി അനുവദിച്ചിട്ടുണ്ട്. നഗരസഭയ്ക്ക് ആദ്യമായി സമ്പൂർണ്ണ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി വിജ്ഞാപനം ചെയ്തത് 2022-ലാണ്. കേന്ദ്ര സർക്കാരിന് വേണ്ടി സർവേ ഓഫ് ഇന്ത്യയ്ക്കാണ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായ ഡ്രോൺ സർവേയുടെ ചുമതല. ഇവർക്ക് വേണ്ടി സബ്ട്രിഷി എന്ന സ്ഥാപനമാണ് ഡ്രോൺ സർവേ നടത്തുന്നത്. രാജ്യത്തെ 50,000-ത്തിലധികം ജനസംഖ്യയുള്ള പട്ടണങ്ങളെയാണ് അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുത്തിട്ടുള്ളത്. 75 ലക്ഷം രൂപ ചാലക്കുടി നഗരസഭയുടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിനായി അനുവദിച്ചിട്ടുണ്ട്. ഡ്രോൺ സർവേക്ക് ശേഷം ജില്ലാ ടൗൺ പ്ലാനിംഗ് വിഭാഗമാണ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുക. വിവിധ നടപടിക്രമങ്ങൾക്ക് ശേഷം അന്തിമ മാസ്റ്റർ പ്ലാൻ സർക്കാർ അംഗീകരിച്ച് വിജ്ഞാപനം ചെയ്യുമ്പോൾ നഗരസഭയുടെ നിലവിലുള്ള മാസ്റ്റർ പ്ലാൻ ഇല്ലാതാകും. നഗരസഭയ്ക്ക് ആദ്യമായി സമ്പൂർണ്ണ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി വിജ്ഞാപനം ചെയ്തത് 2022-ലാണ്. 2012-ലാണ് ഈ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചത്. നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള മാസ്റ്റർ പ്ലാനിലെ പല ഡേറ്റകളും 10 വർഷം മുൻപത്തെയാണ്. പുതിയ മാസ്റ്റർ പ്ലാൻ തയ്യാറാകുമ്പോൾ നിലവിലുള്ള ഇപ്പോഴത്തെ ഡാറ്റകളെല്ലാം ഉൾപ്പെടുത്തി പുതുക്കാൻ സാധിക്കും. ഇപ്പോഴത്തെ മാസ്റ്റർ പ്ലാനിലെ വിട്ടുപോയ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്താനും സാധിക്കും. നിലവിലെ റോഡ്, തോട്, വീടുകൾ, മറ്റ് കെട്ടിടങ്ങൾ തുടങ്ങി എല്ലാ വിവരങ്ങളും ഉൾപ്പെടുന്ന ജിയോ ഡാറ്റാബേസ് നഗരസഭയ്ക്ക് ലഭിക്കും. നഗരസഭാ വികസന പ്രവർത്തനങ്ങൾക്കും ഇതിന്റെ ഭാഗമായി പദ്ധതികൾ തയ്യാറാക്കുന്നതിനും ഇത് ഉപകരിക്കും. മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് ചെയർമാന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. ഡെപ്യൂട്ടി ടൗൺ പ്ലാനർ മനോജ് കുമാർ പദ്ധതി വിശദീകരണം നടത്തി. ഡ്രോൺ സർവേ 1 മാസം കൊണ്ട് പൂർത്തിയാക്കും. സർവേ നടത്തുന്ന വിവരം പോലീസിനെയും സമീപ പഞ്ചായത്തുകളെയും പൊതുജനങ്ങളെയും അറിയിക്കും. മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട ഡ്രോൺ സർവേയുടെ ഉദ്ഘാടനം ചെയർമാൻ ഷിബു വാലപ്പൻ നിർവഹിച്ചു. വൈസ് ചെയർപേഴ്സൺ C ശ്രീദേവി അധ്യക്ഷയായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബിജു S ചിറയത്ത്, പ്രീതി ബാബു, ദീപു ദിനേശ്, MM അനിൽകുമാർ, പ്രതിപക്ഷ നേതാവ് CS സുരേഷ്, മുൻ ചെയർമാൻമാരായ VO പൈലപ്പൻ, ആലീസ് ഷിബു, വാർഡ് കൗൺസിലർ റോസി ലാസർ, സെക്രട്ടറി K പ്രമോദ്, സൂപ്രണ്ട് ദിലേഷ് പൊന്നമ്പി എന്നിവർ സംസാരിച്ചു. മീഡിയ ടൈം, ചാലക്കുടി. യേശുക്രിസ്തുവിന്റെ അന്ത്യത്താഴത്തിന്റെ ഓർമ്മ പുതുക്കി ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് പെസഹ ആചരിക്കുന്നു. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷയും കാൽ കഴുകലും നടന്നു. കുരിശുമരണത്തിന് മുമ്പ് യേശുക്രിസ്തു ശിഷ്യന്മാരോടൊപ്പം അത്താഴം കഴിച്ചതിന്റെയും കാൽ കഴുകിയതിന്റെയും ഓർമ്മപ്പെടുത്തലാണ് പെസഹ വ്യാഴം. യേശുക്രിസ്തുവിന്റെ അവസാന അത്താഴത്തിന്റെ ഓർമ്മ പുതുക്കി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇന്ന് പെസഹ വ്യാഴം ആചരിക്കുന്നു. ഇതിന്റെ ഭാഗമായി പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനയും കാൽ കഴുകൽ ശുശ്രൂഷകളും നടക്കും. ക്രിസ്തു തൻ്റെ കുരിശുമരണത്തിനു മുൻപ് 12 ശിഷ്യന്മാർക്കൊപ്പം അന്ത്യ അത്താഴം കഴിച്ച ദിനത്തിൻ്റെ ഓർമ്മ പുതുക്കലാണ് പെസഹ വ്യാഴം.
പെസഹ വ്യാഴത്തിൻ്റെ ഭാഗമായി കുർബാനയ്ക്ക് ശേഷം വൈകിട്ട് വരെ ദേവാലയങ്ങളിൽ ആരാധനയുണ്ടാകും. രാത്രി വീടുകളിൽ അപ്പം മുറിക്കൽ ശുശ്രൂഷ നടത്തും. അന്ത്യത്താഴത്തിൻ്റെ പ്രതീകമാണ് പെസഹ വ്യാഴാഴ്ച വീടുകളിൽ ഒരുക്കുന്ന പെസഹ വിരുന്ന്. കുടുംബത്തിലെ മുതിർന്ന വ്യക്തിയാണ് പെസഹ അപ്പം വിതരണം ചെയ്യുക. ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും വിശുദ്ധ വാരാചരണം പെസഹ വ്യാഴത്തോടെ തീവ്രമാകും. അന്ത്യത്താഴവേളയിൽ അപ്പവും വീഞ്ഞും പകുത്തു നൽകി യേശു വിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവസം കൂടിയാണിത്. വിശുദ്ധ ആഴ്ചയിലെ വിശുദ്ധ ബുധന് ശേഷവും ദുഃഖവെള്ളിക്ക് മുൻപുമായി 5-ാം ദിവസമാണ് പെസഹ വ്യാഴം. പെസഹ വ്യാഴത്തിലെ അവസാന അത്താഴ കുർബാനയോടെ ഈസ്റ്റർ ത്രിദിനത്തിന് തുടക്കമാകും. ഞായറാഴ്ചയാണ് ഉയിർത്തെഴുന്നേൽപ്പ് ദിനമായ ഈസ്റ്റർ. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. മതിലകത്ത് നിന്ന് കിട്ടിയ നാടകാനുഭവങ്ങളും മറ്റുമാണ് എന്നിൽ കലാതാൽപര്യം ജനിപ്പിച്ചതെന്ന് നടൻ സൗബിൻ ഷാഹിർ. ജന്മനാടായ മതിലകത്ത് സുഭാഷ് ക്ലബിന്റെ നേതൃത്വത്തിൽ നൽകിയ സ്നേഹോദര ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു സൗബിൻ. നവീകരിച്ച ക്ലബ്ബ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം സൗബിൻ നിർവഹിച്ചു. ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിന് വഴി തെളിച്ചത് സുഭാഷ് ക്ലബ്ബും ഇവിടുത്തെ നാട്ടുകാരുമാണ്. അവാർഡുകൾ പലതും ലഭിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ ലഭിച്ച പോലെ മനസ്സ് നിറഞ്ഞൊരനുഭവം വേറെ ഉണ്ടായിട്ടില്ലെന്ന സൗബിൻ്റെ വാക്കുകൾ കരഘോഷത്തോടെയാണ് സദസ്സ് സ്വീകരിച്ചത്. എന്താ പറയുക, ഞാൻ എൻ്റെ ചെറുതിലെ മുതൽ എനിക്ക് കൂടുതൽ ഓർമ്മകളും എനിക്ക് നല്ല സ്വപ്നങ്ങളും എല്ലാ കാര്യങ്ങളും ലഭിച്ചിരിക്കുന്നത് മതിലകത്ത് തന്നെ. മതിലകത്ത് ഈ ബസ് ഇറങ്ങിയിട്ട് ഉമ്മയുടെ കൈപിടിച്ച് നടന്നു വരും അവിടം വരെ പോകണം. അപ്പോൾ എല്ലാവരും ചോദിക്കും, കുറേ ഉണ്ട് വീട്. അപ്പോൾ എല്ലാവരും മാമന്മാരാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ പോകുമ്പോൾ പറയും, ഈ മാമണ്ട് അമ്മായിയാണ്, നിനക്ക് ഇത്രയധികം മാമന്മാരോ? കാരണം ഇവിടെ എല്ലാവരും ഉമ്മയുടെ സഹോദരന്മാരായിരുന്നു ആ സമയത്ത്. അതെല്ലാവരും അവരിൽ നിന്ന് കിട്ടിയിരിക്കുന്ന സ്നേഹവും അവരിൽ നിന്ന് കിട്ടിയിരിക്കുന്ന കലയുമാണ് സത്യം പറഞ്ഞാൽ എന്നെ ഇവിടെ വരെ എത്തിച്ചിരിക്കുന്നത്. സുഭാഷ് ക്ലബിൻ്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് നവീകരിച്ച ക്ലബ്ബ് കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം സൗബിൻ നിർവഹിച്ചു. ചടങ്ങിൽ VI നസീർ സൗബിന് ആദരവ് നൽകി. സംസ്ഥാന നാടക അവാർഡ് ജേതാവ് രാജേഷ് ഇരുളത്തെയും മതിലകത്തിൻ്റെ എഴുത്തുകാരൻ സുനിൽ P മതിലകത്തെയും സൗബിൻ ആദരിച്ചു. വുഷുവിൽ ഉയർന്ന നേട്ടങ്ങൾ കൈവരിച്ച ബാസിദ് അമീൻ, യൂസഫ് ഫിനാൻ, പഞ്ചഗുസ്തിയിൽ മികവ് പുലർത്തിയ അഹാന നസ്രീൻ എന്നിവർക്കുള്ള ഉപഹാരങ്ങളും സൗബിൻ സമ്മാനിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ, ക്ലബ് പ്രസിഡന്റ് KK റൈനീസ്, സെക്രട്ടറി MH മുഹമ്മദ് അബ്ദുൽ ഖാദർ, ക്ലബിൻ്റെ സ്ഥാപകരായ VI ബഷീർ, മുഹാജിർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ എന്ന നാടകം അരങ്ങേറി. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ഇനി നാട്ടിൽ നടന്നത്. അമ്പഴക്കാട് സെന്റ് തോമസ് ഫൊറോന പള്ളി ദർശന സഭയുടെ നേതൃത്വത്തിൽ ചെസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ദേവാലയ വികാരി ഫാദർ ജോസ് അരിക്കാട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ റിജോ എടത്തിരുത്തിക്കാരൻ, ജോണി കോക്കാട്ടി, ഫ്രാൻസിസ് എലുവത്തിങ്കൽ, സേവ്യർ പാറയ്ക്കൽ, രാജീവ് പനഞ്ചിക്കൽ, ബിജി കണിച്ചായി, സാബു ചാക്കോള എന്നിവർ സംസാരിച്ചു. ചെസ് ടൂർണമെന്റിൽ സീനിയേഴ്സ്, ജൂനിയേഴ്സ്, അണ്ടർ 15, ജൂനിയേഴ്സ് അണ്ടർ 12 വിഭാഗങ്ങളിൽ കേരളത്തിലെ പ്രഗത്ഭരായ താരങ്ങൾ പങ്കെടുത്തു. ഇത് ആദ്യത്തെ സംരംഭമാണ് ഞങ്ങളുടെ. ഇന്നത്തെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് കുട്ടികളെ എങ്ങനെ മാറ്റി ചിന്തിപ്പിക്കാം എന്നുള്ളൊരു നല്ലൊരു ക്ലാസ് മാളെ ചെയ്യുമെന്ന് പറയുന്നത്. ഇത് ഞങ്ങളോട് സഹകരിച്ച് ഈ കുട്ടികളെ നേരെ മാർഗത്തിൽ നയിക്കുന്നതിന് ഞങ്ങളോടൊപ്പം നിന്ന് നിങ്ങളും സഹകരിക്കണമെന്നും ഇത് മറ്റുള്ളവർ പകർന്നു നൽകണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു. കൊടുങ്ങല്ലൂരിൽ പോലീസ് ജീപ്പിൽ പുഷ്പവൃഷ്ടി നടത്തിയ യുവാവിനെതിരെ കേസെടുത്ത് പോലീസ് ഫാൻസ് അസോസിയേഷൻ ഭാരവാഹി എന്ന പേരിൽ ഒറ്റയാൾ പരിപാടികൾ നടത്തി വാർത്തകളിൽ ഇടം പിടിച്ച കൊടുങ്ങല്ലൂർ മേത്തല സ്വദേശി പെരുമ്പുള്ളി വീട്ടിൽ ഷാനു എന്ന ഷാനവാസാണ് സ്റ്റേഷൻ വളപ്പിൽ നിർത്തിയിട്ടിരുന്ന പോലീസ് ജീപ്പിൽ പുഷ്പവൃഷ്ടി നടത്തിയത്. പോലീസുകാർ എത്തും മുൻപേ ഇയാൾ സ്ഥലം വിടുകയും ചെയ്തു. പൊതുജനങ്ങൾക്ക് ശല്യമുണ്ടാക്കിയതിനും ജീപ്പിലേക്ക് പൂക്കൾ വലിച്ചെറിഞ്ഞതിനും ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തു. വെള്ളിക്കുളങ്ങര സ്വദേശിയായ യുവാവിനെ ഹെൽമറ്റ് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒരാൾ അറസ്റ്റിൽ. കാമറ്റത്തിൽ വീട്ടിൽ ഷിബിലിനെ ഹെൽമറ്റ് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച വെള്ളിക്കുളങ്ങര മോനടി ചെറുപറമ്പിൽ വീട്ടിൽ ബിജീഷിനെയാണ് വെള്ളിക്കുളങ്ങര പോലീസ് അറസ്റ്റ് ചെയ്തത്. വെള്ളിക്കുളങ്ങര പോലീസ് ഇൻസ്പെക്ടർ കൃഷ്ണൻ K, സബ് ഇൻസ്പെക്ടർ സുനിൽ കുമാർ, ASI ജോയ് MO, സിവിൽ പോലീസ് ഓഫീസർമാരായ രൂപേഷ്, അമൽരാജ്, ഹോഗാർഡ് ജോസ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്.
പറവൂരിൽ പ്ലാസ്റ്റിക് ഗോഡൌണിൽ തീപിടുത്തം. പറവൂർ നഗരസഭയിലെ വെടിമറയിലെ പ്ലാസ്റ്റിക് ഗോഡൌണിൽ കഴിഞ്ഞ രാത്രി 12 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. തീപിടുത്തത്തിനുള്ള കാരണം വ്യക്തമായിട്ടില്ല. പഴയ പ്ലാസ്റ്റിക് ടാങ്കുകൾ ശേഖരിച്ച് വൃത്തിയാക്കി കയറ്റി അയക്കുന്ന ഗോഡൌൺ ആണ്. ഇതിലൊരു പ്രത്യേക കെമിക്കൽ ഉപയോഗിച്ചാണ് ടാങ്കുകൾ വൃത്തിയാക്കുന്നത്. ഈ കെമിക്കൽ അടക്കം കത്തിയിട്ടുണ്ട്. ഇവിടെ താമസിച്ച ജോലിക്കാരടക്കം 8 കുടുംബങ്ങൾ പെട്ടെന്ന് തന്നെ മാറിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. ഗാന്ധിനഗർ, ആലുവ, അങ്കമാലി, പറവൂർ, ഏലൂർ, മാള എന്നിവിടങ്ങളിൽ നിന്നായി 6 യൂണിറ്റ് ഫയർഫോഴ്സ് സംഘം എത്തിയാണ് തീയണച്ചത്. ചെറുവാളൂർ ഗ്രൗണ്ട് ബ്രദേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്ന 6ാമത് അഖില കേരള ഫ്ലഡ് ലൈറ്റ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഏപ്രിൽ 20 മുതൽ 27 വരെ വാളൂർ NSHSS സ്കൂൾ മൈതാനിയിൽ നടക്കും. എല്ലാ ദിവസവും രാത്രി 8 മുതൽ മത്സരം ആരംഭിക്കും. 20 ഞായറാഴ്ച കൊരട്ടി SHO അമൃതരംഗൻ ഉദ്ഘാടനം ചെയ്യും. 27 സമാപനത്തിൽ സനീഷ് കുമാർ ജോസഫ് MLA മുഖ്യാതിഥിയായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ ക്ലബ്ബ് വൈസ് ചെയർമാൻ ബാബു നമ്പാടൻ, KH ഫൈസൽ, KN ദീപേഷ് എന്നിവർ അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്നും നാളെയും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 19, 20 തീയതികളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 20 വരെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. ദൃശ്യകലാകേന്ദ്രം ആമണ്ടൂരിന്റെ 40ാമത് വാർഷികം ദൃശ്യ കാർണിവൽ 2025 ലഹരി വിരുദ്ധ സന്ദേശയാത്രയോടെ തുടക്കമായി. കൊടുങ്ങല്ലൂർ DYSP BK രാജു സന്ദേശയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു. ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ വാർഷികവും കാർണിവൽ ഉദ്ഘാടനവും നിർവഹിച്ചു. പ്രശസ്ത കവി ഗോപി കൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു. സ്വാഗത സംഘം ചെയർമാൻ KR നിതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. യുണൈറ്റഡ് ഓഫ് കേരള സിനിമ പ്രവർത്തകർ അതിഥികളായിരുന്നു. വാർഡ് മെമ്പർമാരായ ഇബ്രാഹിം കുട്ടി, സൗദ നാസർ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. മുനമ്പത്തിന്റെ പേരിൽ ക്രിസ്ത്യാനികളെയും മുസ്ലിമുകളെയും രണ്ടായി വേർതിരിക്കാൻ ശ്രമമുണ്ടെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. 2 വിഭാഗത്തെയും ഒന്നിച്ചു കൊണ്ടുപോവുകയാണ് വേണ്ടത്. കേന്ദ്ര സർക്കാരിന്റെ അമൃത് പദ്ധതിയുടെ ഭാഗമായി ചാലക്കുടി നഗരസഭയ്ക്ക് പുതിയ മാസ്റ്റർ പ്ലാൻ. മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന് 75 ലക്ഷം രൂപ ചാലക്കുടി നഗരസഭ അനുവദിച്ചു. യേശുക്രിസ്തുവിന്റെ അന്ത്യത്താഴത്തിന്റെ ഓർമ്മ പുതുക്കി ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് പെസഹ ആചരിക്കുന്നു. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷയും കാൽകഴുകലും നടന്നു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.